വരുന്ന വഴിക്ക് ജാൻസി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നൈറ്റ് ഒരു 2 മണിയായി. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ്, എങ്ങും നിർത്തിയിട്ടില്ല അന്നത്തെ രാത്രി. ഒരു ദാബയെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ഈ ദാബയെ വെച്ചിട്ട് തോക്കൊക്കെ എടുത്ത് കാണിച്ച്. ഇപ്പോൾ ഒരു 11 മണി 12 മണി സമയമായി കാണും. ഇയാളാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബുള്ളറ്റ് കാണുന്നു. ഗൂഗിളിൽ നോക്കിയപ്പോൾ പക്കാഞ്ചൂർ എന്ന് പറഞ്ഞ് ഛത്തീസ്ഗഡിലെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ പക്കാഞ്ചൂരുമായിട്ട് എനിക്കൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. പോകുന്ന വഴിക്ക് ഫുള്ള് ഒരു 19 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഫുള്ള് കാടാണ്. കോര വനം എന്നൊക്കെ പറയുന്ന സെറ്റപ്പിൽ ഭയങ്കര വനം. നമ്മൾ പോയിക്കോട്ട് വഴിക്ക് ഈ കാടിനെ അടുക്ക് വെച്ച് എൻ്റെ വണ്ടിയുടെ ചെയിൻ പൊട്ടി. ഇപ്പോഴത്തേക്ക് വോട്ടർ ലിസ്റ്റ് വന്നു. അമ്മൂമ്മയുടെ അനിയൻ്റെയും അനിയത്തിയുടെയും ചേട്ടൻ്റെയും പേര് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ഈ 3 പേരും വെച്ച് നമ്മൾ ഈ വോട്ടർ ലിസ്റ്റ് ഫുള്ള് മാച്ച് ചെയ്ത് നോക്കി. സർനെയിം വെച്ചും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അങ്ങനെ നമ്മൾ ലഡാക്കൊക്കെ വിട്ട് ഹിമാചലിലേക്ക് കയറാൻ വേണ്ടി പോവുക. അപ്പം ലഡാക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തീരുന്നില്ല. നമ്മൾ ഈ കറൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവരെയൊക്കെ നമ്മൾ വിട്ടിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓൾറെഡി നമ്മൾ നുബ്ര വാലിയിൽ നിന്ന് പാങ്കോങ് വരുന്ന വഴിക്ക് നമ്മുടെ നെറ്റ്വർക്ക് പോയിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് ആ ഏരിയയിൽ ആക്ച്വലി നമുക്ക് ആരെയും വിളിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു സിമ്മിന് നെറ്റ്വർക്ക് ഇല്ല ആ ഏരിയ കറൂലൊക്കെ ഞാൻ പോകുന്ന സമയത്ത്. ഇപ്പോൾ എന്താണെന്ന അവസ്ഥ എനിക്കറിയില്ല. അവിടുന്ന് അങ്ങനെ യാത്ര കണ്ടിന്യൂ തുടങ്ങുന്നു. അവിടെ വെച്ചിട്ട് ഇച്ചിരി മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയി. വണ്ടിക്ക് വലിയ പ്രശ്നമില്ല, നമ്മുടെ ദേഹത്ത് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന വഴിയിൽ ഒരു ഡൽഹിയിൽ നിന്നുള്ള ഒരു 2 പേരെ പരിചയപ്പെട്ടു. പക്ഷേ അതിൽ ഒരാൾ മലയാളിയാണ്, ഒരാൾ ഡൽഹിക്കാരനാണ്. അപ്പോൾ അവരൊരു റൂം എടുത്തു, ബുക്ക് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷേ അവർ 3 പേർക്ക് വേണ്ടിയാണ് ബുക്ക് ചെയ്തത്. അവരുടെ പ്ലാനിൽ 3 പേരുണ്ടായിരുന്നു, 2 പേരെ അവർ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ അതിലൊരു സ്പേസ് ഉണ്ടായിരുന്നു, അവരെനിക്കത് പ്രൊവൈഡ് ചെയ്ത്. ഒരു പൈസയൊന്നും മേടിച്ചില്ല എൻ്റെ കയ്യിൽ നിന്ന്. ഞങ്ങളിപ്പോൾ വഴി വെച്ച് പരിചയപ്പെട്ട് ഞാൻ കേരളത്തിൽ നിന്നൊക്കെ വന്നതെന്ന് അറിഞ്ഞപ്പോൾ അവരൊരു എക്സൈറ്റ്മെൻറ്റിൽ അവരെനിക്കത് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ അവരുടെ കൂടെ ഞാൻ ഈ അടൽ ടണൽ മുന്നായിട്ട് ഒരു റൂമിൽ സ്റ്റേ ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് വന്ന് നമ്മൾ അടൽ ടണലിൻ്റെ അവിടെ വെച്ച് എൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതും അവിടെ ഞാൻ ഒരിടത്ത് മറന്നു വെച്ച്. അപ്പം അവിടെ ഒരു ചായ കുടിച്ചിട്ട് കടയിൽ നമ്മൾ ഈ ബാഗ് വെച്ചിട്ട് ഇങ്ങനെ പോയിരുന്നു. അടൽ ടണലിൻ്റെ അവിടെ വരെ ഈ കടയിൽ നിന്ന് നമ്മളൊരു 20 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു വന്നു. പിന്നെ തിരിച്ച് പോയിട്ട് ഈ ബാഗ് എടുത്ത് പിന്നെയും അടൽ ടണലിൽ വന്നു. അടൽ ടണലൊക്കെ കണ്ട് കുറേ ഫോട്ടോ എടുത്ത് ഒരുപാട് പേരെ മീറ്റ് ചെയ്തു. അതിനുശേഷം അടൽ ടണൽ ക്രോസ് ചെയ്ത് നമ്മൾ ഹിമാചലി എൻ്ററായി മണാലി വന്നു. അപ്പം നമ്മുടെ ചമ്പയെ വെച്ച് മീറ്റ് ചെയ്ത അനന്തു അപ്പോഴത്തേക്ക് മണാലി വന്നിരുന്നു. അവൻ മണാലിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ ഒരു ഹോം സ്റ്റേയിൽ ചെറിയ വർക്കും കാര്യങ്ങളും, പിന്നെ അവൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട്, അവർ മലയാളികൾ നടത്തുന്ന ഹോം സ്റ്റേ ആണ്. അപ്പോൾ അവിടെ നമ്മൾ പോയി താമസിക്കുന്നു. അവിടെ കുറേ ആൾക്കാർ മലയാളികൾ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. 4 ദിവസത്തോളം ഞാൻ അവരോട് അവിടെ നിന്നു. മണാലിയുടെ കുറച്ച് ഹഡിംബ ടെമ്പിൾ, ജോഗ് വാട്ടർഫോൾസ്, ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് കറങ്ങി. അവിടുത്തെ മോൾ റോഡ്, പിന്നെ കൂടുതലും ആ ഏരിയ തന്നെ ആൾക്കാരുമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു അവിടെ എനിക്ക് കൂടുതലും ഉണ്ടായത്. സ്ഥലങ്ങളെക്കാട്ടി ഉപരി ഒരുപാട് പേരെ കണ്ടു. പിന്നെ നമ്മൾ ഈ താമസിച്ചുകൊണ്ടിരുന്ന റൂമിൻ്റെ അടുത്ത് മൊത്തം ആപ്പിൾ തോട്ടങ്ങളാണ്. മൊത്തം ആപ്പിൾ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി ചുമ്മാ തൊടുന്ന മരം എല്ലാം ആപ്പിൾ മരമാണ്. അവിടെ ചെന്ന് നമ്മൾ ഈ മരത്തിൽ നിന്നൊക്കെ നല്ല ആപ്പിൾ പറിച്ച് കഴിക്കുക, ഫ്രഷ് ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ആപ്പിൾ കഴിക്കുക. ഇവരുടെ ഈ റൂമിൽ തന്നെ ഇവർ മലയുടെ വെള്ളം നമ്മൾ ട്രെക്ക് ചെയ്ത് വേണം നമ്മൾ ഈ താമസിച്ച ഹോം സ്റ്റേയിലോട്ട് പോകാൻ. അപ്പോൾ അവിടെ നമ്മൾ താമസിക്കുന്നു 4 ദിവസം. പിന്നെ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ കഴിച്ചതിന് ശേഷം അവിടുന്ന് നമ്മൾ നേരെ ഇവൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് കസോളിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ കസോളിൽ പോകുന്നു. വണ്ടിയിൽ ഇവനും എൻ്റെ കൂടെ വരുന്നു. ഞങ്ങൾ കസോളിൽ മണികിരൺ എന്ന് പറഞ്ഞൊരു അമ്പലത്തിൽ പോകുന്നു. അതൊക്കെ കാണുന്നു. അവിടെ ഒരു ഗുരുദ്വാരയുണ്ട്. അപ്പോൾ ഈ ഗുരുദ്വാരയിലൊരു എനിക്കൊരു വിയർഡായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു. അവിടെ അക്കോമഡേഷൻ ഫ്രീ ആണ്, ഭക്ഷണവും ഫ്രീ ആണ്. പക്ഷെ മലയാളികൾക്ക് മാത്രം അവിടെ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞാൻ എന്തോ സംഭവം എന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഏതോ നാട്ടിൽ നിന്ന് ഏതോ പിള്ളേർ ചെന്നിട്ട് അവിടെ അകത്ത് ചെന്ന് എന്തോ കള്ള് കുടിക്കുക, ആൽക്കഹോൾ യൂസ് ചെയ്യുക ഇൻസൈഡ് അകത്ത്. ഒരു ഗുരുദ്വാരയാണ്. നമ്മളപ്പം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം. ഞാനവിടെ പുള്ളിയോട് വെച്ച് കേരളത്തിൽ നിന്നാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ താമസമില്ലെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു വിഷമമായിട്ട് തോന്നി. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കീർഗംഗ എന്ന് പറഞ്ഞൊരു ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ട്രക്കിങ്ങിന് ഇവൻ എന്നെ വിളിച്ചു. പക്ഷേ അന്ന് എനിക്ക് ട്രക്കിങ് ചെയ്യാനുള്ളൊരു വണ്ടി ഇരിക്കുന്നു, ലഗേജ് ഇരിക്കുന്നു, ഇത്ര ലഗേജും പൊക്കിക്കൊണ്ട് ട്രക്കിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രക്കിങ്ങിന് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കീർഗംഗ എന്ന് പറഞ്ഞ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഇവൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വേറൊരു റൂമുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ റൂമിനകത്ത് താമസിച്ചില്ല, നമ്മൾ പുറത്ത് ഇതിൻ്റെ പുറത്ത് ടെൻ്റ് അടിച്ച് അവിടെ താമസിക്കുന്നു. അവിടുന്ന് പിറ്റേന്ന് ഇവൻ അവിടുന്ന് കീർഗംഗയ്ക്ക് പോകുന്നു. ഞാൻ അവിടുന്ന് നേരെ തിരിച്ചിറങ്ങുക. പിന്നെ നമ്മൾ പോകുന്നത് നേരെ ഡെറാഡൂൺ ഷിംലയൊക്കെ. അധികം നമ്മൾ ആ സ്ഥലം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തില്ല. ഓൾറെഡി ഷിംല ഞാൻ നൈറ്റും കൂടാണ് ഡ്രൈവ് ചെയ്ത് പോരുമായിരുന്നു. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോരുന്നിട്ട് എൻ്റെ ഫ്രണ്ട് ചണ്ഡീഗഡിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് ഞാൻ വരുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ജമ്മുവിൽ നിന്ന സ്ഥലത്തുനിന്ന് നമ്മൾ ഫ്രഷപ്പായിട്ട് ഇറങ്ങിയതാണ്.
നമുക്ക് പിന്നെ ഫ്രഷപ്പ് ആവാനൊരു നല്ല ചാൻസ് കിട്ടുന്നത്. അതുവരെ നമ്മൾ വെറ്റ് വൈപ്സ് മാത്രം യൂസ് ചെയ്താണ് ഈ 16-17 ദിവസം വെറ്റ് വൈപ്സ് മാത്രം യൂസ് ചെയ്താണ് ഫ്രഷപ്പ്. അത്ര തണുപ്പാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ റൂം എടുക്കുന്നില്ല. അങ്ങനെ ചണ്ഡീഗഡ് വരുന്നു, എൻ്റെ ഡ്രസ്സുകൾ ഫുള്ള് വാഷ് ചെയ്യണം. ചണ്ഡീഗഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് 2 ദിവസം നിന്ന് ഡ്രസ്സെല്ലാം വാഷ് ചെയ്ത് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ടാണ് അവിടുന്ന് പിന്നെ ഞാൻ ഇറങ്ങുന്നത്. അവിടുന്ന് ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് ഹരിദ്വാർ, ഋഷികേശ്, ഉത്തരാഖണ്ഡിൻ്റെ 2 സ്ഥലങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങി കണ്ടു. മറ്റേ ഗംഗാരതിയും ഋഷികേശ് നടന്ന ഗംഗാരതിയൊക്കെ കാണുന്നു. പിന്നെ ഹരിദ്വാറിൽ പോയി അമ്പലത്തിനകത്തൊക്കെ കയറുന്നു. പക്ഷേ അമ്പലത്തിന് അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിലൊക്കെ പോകാമെന്നല്ലാതെ നമുക്ക് അകത്തോട്ട് ഈ ബൈക്ക് നമ്മൾ എവിടെയും വെച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഓൾറെഡി നമ്മൾ ഭയങ്കര ബഡ്ജറ്റ് ഒരുക്കിയ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി എവിടെയെങ്കിലും പ്ലേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ടില്ല, അല്ലെങ്കിൽ റൂം എടുത്ത് വെക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അത്രയും ബഡ്ജറ്റില്ല. അപ്പോൾ നമ്മൾ ഹരിദ്വാറൊക്കെ പുറത്തുനിന്ന് ഈ വണ്ടി ഓടിച്ചു പോയി ഇതൊക്കെ കാണുന്നു. തിരിച്ച് നമ്മൾ ഡൽഹിയിൽ ഞാൻ താമസിച്ച എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് വന്ന് അവനെ കണ്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്നില്ല. അവിടുന്ന് നേരെ ഞാൻ യു പിയിലേക്ക് നോയിഡയിലോട്ട് കയറി. നോയിഡയിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് നാട്ടിലോട്ട് പോകാനുള്ള വഴി ഇങ്ങനെ പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വഴിക്ക് ജാൻസി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരിടത്ത് കഴിക്കാൻ വേണ്ടി നൈറ്റ് ഒരു 2 മണിയായി. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ്, എങ്ങും നിർത്തിയിട്ടില്ല അന്നത്തെ രാത്രി. 2 മണിയൊക്കെ ആയപ്പം ഒരു പുള്ളിക്കാരൻ ഒരു ദാബയെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് ഒരു 2-3-4 പേരുണ്ടായിരുന്നു. 3-4 ചേട്ടന്മാരെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ ഈ സാധാരണ യു പി ഏരിയയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ലോക്കൽ ആൾക്കാരായിരിക്കുമല്ലോ നമ്മൾ. പക്ഷേ ഇവരെ കണ്ടപ്പോൾ ഇവരിച്ചിരി ഡ്രസ്സിങ്ങും എല്ലാം കൊണ്ട് ഇവരിച്ചിരി നല്ല അടിപൊളി ആൾക്കാരാന്ന് തോന്നി. ഇവരൊരു കാറിനകത്തായിരുന്നു വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരാൾ ഡോക്ടറാണ്, 2 പേര് അഡ്വക്കേറ്റ്സാണ്, വേറൊരാൾ എന്തോ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സംസാരിച്ചു. എന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ റൂമിലോട്ട് പോകാം, അവിടെ നിന്നിട്ട് പോകാം, രാവിലെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഓൾറെഡി നുബ്ര വാലിയിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് ഇവരുടെ കൂടെ ഞാൻ ഇവരുടെ റൂമിലേക്ക് പോയി. ഇവരുടെ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഇവർ കുഴപ്പമൊന്നുമില്ല, ആൾക്കാരൊക്കെയാണ്. പക്ഷെ എന്നെ ഇവർ തോക്കൊക്കെ എടുത്ത് കാണിച്ച്. ഞാൻ നോക്കുമ്പോൾ മറ്റേ ഡബിൾ ബാരൽ തോക്ക് ഇവരുടെ വീട്ടിലൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു യു പിയിൽ ഇത് ഭയങ്കര നോർമലാണ്, എല്ലാ സ്ഥലങ്ങളിലും യു പിയിൽ ഈ എല്ലാവരുടെയും കയ്യിൽ തോക്കുണ്ട്, നീ ഇങ്ങനെ യു പി കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് അത്ര നല്ലതല്ല, ഞങ്ങൾ നല്ല ആൾക്കാരായതുകൊണ്ട് നിന്നെ ഒന്നും ചെയ്തില്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇവർ കുറേ നേരം സംസാരിച്ച്. പക്ഷേ അവരോട്ടുള്ള അവർ നല്ല ഒരു ആൾക്കാരായിരുന്നു. ഇവരുടെ പേരൻസും അവരുടെ ഗ്രാൻഡ് പേരൻസും കീപ്പ് ചെയ്ത് വെച്ചിരുന്ന ഗണ്ണാണിത്, വളരെ പഴക്കമുള്ള സാധനമാണ്. അവരതൊക്കെ എന്നെ കാണിച്ചു, ഞാനതൊക്കെ കണ്ടു. അവരുടെ വീട്ടിൽ വേറെയും കുറേ ഈ സായി പോലുള്ള വെപ്പൺസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കാണിച്ചു. യു പിയുടെ കുറേ ട്രഡീഷണൽ രീതിയിലുള്ള ഇങ്ങനത്തെ ഈ വെപ്പൺസ് ഇതെല്ലാം കാണിച്ചു തന്നതിന് ശേഷം ഇവർ പറഞ്ഞു രാവിലെ എന്നിട്ട് കിടന്നുറങ്ങാനൊക്കെ ഇച്ചിരി സ്ഥലമൊക്കെ തന്നു, അവരോടെ നിന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇവരുടെ ഈ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഇറങ്ങി ബൈക്കെടുത്തു. മധ്യപ്രദേശ് വഴി നാഗ്പൂരിലെത്തി. അന്ന് വൈകുന്നേരം നാഗ്പൂരിൽ ഞാൻ ടെൻ്റ് അടിച്ചു, ഒരു പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ച് അവിടെ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ഗൂഗിളിൽ നോക്കിയപ്പോൾ പക്കാഞ്ചൂർ എന്ന് പറഞ്ഞ് ഛത്തീസ്ഗഡിലൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് വളരെ അടുത്താണ്, നാഗ്പൂരിൽ നിന്ന് ഒരു 250 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ പക്കാഞ്ചൂരുമായിട്ട് എനിക്കൊരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. എൻ്റെ അമ്മുമ്മ വെസ്റ്റ് ബംഗാളിയാണ്, ഹൗറയിലായിരുന്നു അമ്മുമ്മയുടെ കുടുംബമൊക്കെ. അമ്മുമ്മ കൊച്ചിലെ അവിടുന്ന് ഛത്തീസ്ഗഡിൽ അമ്മുമ്മയുടെ അച്ഛൻ അവിടെ ട്രാൻസ്പോർട്ടിൽ ജോലി കിട്ടി. അവരവിടുന്ന് ആ കാലത്ത് ഒരു 50s 60s കാലഘട്ടങ്ങളിൽ അവരവിടെ വരികയും എൻ്റെ അപ്പൂപ്പൻ ഇവിടുന്ന് ഛത്തീസ്ഗഡിൽ ജോലിക്ക് പോവുകയും അവിടെ വെച്ചിട്ട് അമ്മുമ്മയെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുകയും അവിടെ വെച്ച് എൻ്റെ അമ്മയും പിന്നെ മാമനും ഒക്കെ ഉണ്ടാവുകയും അവർ നാട്ടിൽ വന്ന് സെറ്റിലാവുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 70-75 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അന്ന് തൊട്ട് അമ്മുമ്മയും ഇവരുമായിട്ട് അമ്മുമ്മയുടെ റിലേറ്റീവ്സുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അവർ പക്കാഞ്ചൂറുകാരാണെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അവരുമായിട്ട് നമ്മൾ ഒരു രീതിയിലും ഉള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. അമ്മുമ്മയ്ക്ക് അന്നത്തെ സമയത്ത് പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വേറെ ബ്രദേഴ്സ് ഒരു ചേട്ടനും ഒരു അനിയനും ഒരു അനിയത്തിയാണുള്ളത്. അപ്പോൾ അവർ മാത്രം ഉള്ളത് കൊണ്ടായിരിക്കും അവർ പക്ഷേ അവർ പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുമില്ല. നമ്മൾ ഇവരുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധവും ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ പക്കാഞ്ചൂർ ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയത്തില്ല. അപ്പോൾ പക്കാഞ്ചൂർ എൻ്റെ കുഞ്ഞിലെ തൊട്ടേ ഞാൻ കേൾക്കുന്ന ഒരു സ്ഥലം. ഞാൻ നോക്കിയപ്പോൾ നാഗ്പൂരിൽ നിന്ന് 250 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇതേപോലെ പക്കാഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ അടുത്താണ്, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. നമ്മൾ കുഞ്ഞിലെ തൊട്ട് കേൾക്കുന്ന കഥയാണല്ലോ ഈ സ്ഥലത്തിനെ കുറിച്ചുള്ളത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടാ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലയോ, അവിടെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ഒന്നും ആരും കാണത്തില്ല, അതുമാത്രമല്ല അതൊക്കെ ഭയങ്കര കാടാണ്, ഛത്തീസ്ഗഡിൽ ഒത്തിരി നക്സൽസും മാവോയിസ്റ്റുകളും ഒക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മ ഇത്രയൊക്കെ കഴിഞ്ഞ് വന്നു, നാഗ്പൂരിൽ ഇരിക്കുന്നു, എന്തായാലും അമ്മൂമ്മയുടെ സ്ഥലമല്ലേ, ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ തിരിച്ചു പോരാ, അല്ലെ തന്നെ നമുക്ക് അഥവാ ആരെയും കിട്ടിയില്ലേ, അവരെ കണക്ഷൻ ഒന്നും കിട്ടിയില്ലേ, നമുക്ക് കണ്ടിട്ട് തിരിച്ചു പോരാം. പോകുന്ന വഴിക്ക് ഫുള്ള് ഒരു 19 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഫുള്ള് കാടാണ്, ഭയങ്കര കാട്. വനം എന്നൊക്കെ പറഞ്ഞാൽ ഘോര വനം എന്നൊക്കെ പറയുന്ന സെറ്റപ്പിൽ ഭയങ്കര വനം. നമ്മൾ പോയിക്കോട്ട് വഴിക്ക് ഈ കാടിനെ അടുക്ക് വെച്ച് എൻ്റെ വണ്ടിയുടെ ചെയിൻ പൊട്ടി.
ചെയിൻ പൊട്ടി നമ്മൾ അവിടെ നിന്ന് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഏതാണ്ടൊരു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാകുന്ന 7-8 കിലോമീറ്ററോളം ഞാൻ ഈ വണ്ടി തള്ളി കാട്ടിൽ കൂടെ തള്ളി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പിക്കപ്പുകാരൻ എന്തോ ദൈവഭാഗ്യത്തിന് വഴി വന്നു. അയാളുടെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഈ വണ്ടിയുടെ പുറയിലോട്ട് ഈ പിക്കപ്പിൻ്റെ പുറയിൽ നമ്മുടെ ബുള്ളറ്റ് എടുത്ത് വെച്ച് കയറ്റി അവിടുന്ന് കുറച്ച് മുന്നിലോട്ട് പോയിട്ട് ഒരു 10-20 കിലോമീറ്റർ കഴിഞ്ഞപ്പം ഒരു ചെറിയ വർക്ക്ഷോപ്പ് അവിടെ കൊണ്ട് തന്നെ ഇറക്കി വിട്ട്. ഇപ്പോൾ ഒരു 11-12 മണി സമയമായി കാണും. ഇയാളാണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബുള്ളറ്റ് കാണുന്നത്, പണിയാൻ പോകുന്നത്. ഇയാൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഞാനും അയാളോട് അവസാനം ഞാനും യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് വീഡിയോസ് നോക്കും ഇതിൻ്റെ ചെയിൻ എങ്ങനെ റെഡിയാക്കുന്നതെന്ന്. ഇയാളും ഇതൊക്കെ നോക്കുമോ അതിരുന്ന്. പുള്ളിക്ക് ചെറിയ എല്ലാ ടൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയല്ലാതെ വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിൽ ഇല്ല. അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഇതുപോലെ ഇതെല്ലാം അഴിക്കണം, ചെയിൻ അങ്ങനെ ഇങ്ങനെ ബുള്ളറ്റിൻ്റെ ഇത് മാറാൻ വേണ്ടി എഞ്ചിൻ്റെ ഒരു സൈഡ് അഴിക്കണം. അപ്പം അപ്പോഴത്തേക്ക് ഈ നാട്ടിലുള്ള ആൾക്കാർ ചെറിയൊരു വില്ലേജാണ് അത്. അപ്പോൾ അവിടെ ഒരു ചെറിയ വർക്ക്ഷോപ്പ്, ചെറിയ വണ്ടികൾ ഈ ഹെവി ഡ്യൂട്ടിയൊക്കെ പോലത്തെ ചെറിയ വണ്ടികൾ ശരിയാക്കുന്ന വർക്ക്ഷോപ്പാണ് അത്. ഞങ്ങൾ രണ്ടുപേരുടെ ചെയിൻ റെഡിയാക്കുന്നു. അപ്പം ചെയിനൊക്കെ റെഡിയാക്കിയപ്പോൾ അവിടെ ഉള്ളവരെല്ലാം കൈ അടിക്കുന്നു. ഭയങ്കര രസമായിരുന്നു. അവിടെ നിന്നിട്ട് ഞാൻ ഇറങ്ങി. അപ്പം ഞാൻ ഒരു അടുത്ത ടൗണിൽ വന്നപ്പം എന്നോട് പറഞ്ഞു ഫ്രണ്ടിലോട്ട് പോകരുത്, ഇനി എന്തുപോലും പോകരുത്, മാവോയിസ്റ്റുകളും നക്സൽസും ഒക്കെ ഉള്ള കാടാണ് മുന്നോട്ട് പോകുമ്പം. ഇപ്പോൾ പക്കാഞ്ചൂർ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചവരോടൊക്കെ ഈ സ്റ്റോറി അമ്മൂമ്മയുടെ ഈ കഥ പറഞ്ഞു. എന്നിട്ട് ഇവർ അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഈ ഗസ്റ്റ് ഹൗസിൽ ഇവർ പോയിട്ടൊരു റൂം അറേഞ്ച് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു അവിടെ നിന്നോ. അപ്പോൾ ഫ്രീ ആയിട്ട് എനിക്കൊരു റൂം അവിടെ റെഡിയാക്കി തന്നു. ഈ രാത്രിയിൽ ഞാൻ ഈ റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നൊരു 8-9 മണിയൊക്കെ ആയപ്പം ഈ വില്ലേജിലുള്ള വേറൊരു പയ്യൻ വന്നു. എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അവിടെ നിന്നുള്ള ഒരു മലയാളി ഒരാൾ ഇവിടെ ഉണ്ട്, പുള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇതുപോലെ ഇവിടെ ഉണ്ട്, അദ്ദേഹമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം, ഫോൺ വിളിക്കാം, പുള്ളി ഇവിടെ നാട്ടിലില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോൺ വിളിക്കുമ്പോഴത്തേക്ക് പുള്ളി ആലപ്പുഴക്കാരനാണ്. പുള്ളി ഈ പറഞ്ഞ പോലെ അവിടെ ഇല്ല, നാട്ടിലുണ്ട്. അപ്പോൾ പുള്ളി എന്നെ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പക്കാഞ്ചൂർ പോകരുത്, ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലമാണ്, പോകുന്ന വഴി ഫുള്ള് കാടാണ്, ഇതേപോലെ നിങ്ങൾ മാവോയിസ്റ്റുകളും ടെററിസ്റ്റ് ഇതൊക്കെ ഉള്ള സ്ഥലമാണ്, പോകരുതെന്ന് പറഞ്ഞു. എന്തിനാണ് പോകുന്നതെന്ന് ആദ്യം ചോദിച്ചു. നിങ്ങളെന്തിനാ അവിടെ ഒന്നും കാണാനില്ലെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഇതുപോലെ നമ്മുടെ അമ്മൂമ്മയുടെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യ്, പക്കാഞ്ചൂരിൽ ഒരു മലയാളി ഒരു ടയർ നടത്തുന്നുണ്ട്, അദ്ദേഹത്തിനെ പോയി നീ കണ്ടാൽ മതി, അദ്ദേഹത്തിനോട് കഥ പറയാമെങ്കിൽ നിനക്ക് ചിലപ്പം അവർ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് പുള്ളി അപ്പം നമ്പർ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നമ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റ ഒരു കടയേ ഉള്ളൂ, കേരള ടയേഴ്സ് എന്നാ പേര്, സുരേഷ് എന്നാ പേര്. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് പക്കാഞ്ചൂർ പോകാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത പണി യാത്രയിൽ ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. രണ്ട് മൂന്ന് പേര് വന്ന് വണ്ടിക്ക് കൈ കാണിച്ചു. ഞാൻ ഇവർ ഗണ്ണൊക്കെ ഉണ്ട് കയ്യിൽ, അപ്പം കൈ കാണിച്ച് നിർത്തി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ മാവോയിസ്റ്റുകൾ ഈ ഛത്തീസ്ഗഡിലൊക്കെ വളരെ കുറവായി തുടങ്ങി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ചോദിച്ചു എവിടെ നിന്ന് വരുമോ? അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് വരുവാണ്, വണ്ടി ഓടിച്ച് വരുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു അങ്ങനെയാണോ, എന്നാൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ഒരു 2 മിനിറ്റ് അത്രേ ഉള്ളൂ. അങ്ങനെ അവരെ ക്രോസ് ചെയ്ത് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് മാവോയിസ്റ്റുകളായിരുന്നു എന്ന്. അപ്പം ഒരു ചെറിയ പേടി തോന്നി. പക്ഷേ ഇവരെ കണ്ട സമയത്ത് എനിക്ക് പേടി തോന്നാൻ എൻ്റെ കാര്യം ഞാൻ വിചാരിച്ചു വല്ല മിലിറ്ററിയോ അല്ലെ എന്തെങ്കിലും ആയിരിക്കുമോ എന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പക്കാഞ്ചൂർ ചെന്ന് ഈ പറഞ്ഞ കേരള ടയേഴ്സ് എന്ന് പറഞ്ഞ കട കണ്ടുപിടിക്കുന്നു. അവിടെ ചെന്നപ്പോൾ സുരേഷ് എന്ന് പറഞ്ഞ ഈ ബായി അവിടെ ഇല്ല. പുള്ളിക്കാരൻ ഉജ്ജനിലെങ്ങാണ്ട് പോയേക്കാണ്, ഗുജറാത്തിലോ ഉജ്ജനിലോ എങ്ങാണ്ട് എവിടെ പോയിരിക്കുകയാണ്, അമ്പല ദർശനമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ വൈഫുണ്ട്, പിള്ളേരുണ്ട് അവിടെ. അപ്പം ഒരു ചേട്ടനുണ്ട്, പുള്ളി മലയാളിയാണ്. അപ്പം ഞാൻ ഇവരോട് സുരേഷ് ഭായിയുടെ നമ്പർ മേടിക്കുന്നു. സുരേഷ് ഭായിയോട് ഞാൻ എൻ്റെ അമ്മൂമ്മ ഇതുപോലെ 46 വർഷം മുമ്പ് അവിടെ നിന്ന് വന്നതാണ് എന്നൊക്കെയുള്ള കഥകൾ പറയുന്നു. പറഞ്ഞപ്പോൾ സുരേഷ് ഭായി പറഞ്ഞു അവിടുത്തെ പഞ്ചായത്തിൻ്റെ കൗൺസിലർ പുള്ളിയുടെ ഫ്രണ്ടാണ്, പുള്ളിയെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. സുരേഷ് ഭായിക്ക് വേണ്ടി, ഈ കൗൺസിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ കൗൺസിലർ അവിടെ വന്നു. എനിക്ക് 1 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തു അവിടെ. ഈ കൗൺസിലർ അവിടെ വന്നിട്ട് കൗൺസിലർ എന്തു കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കൗൺസിലറിനോട് ഇതേപോലെ ഈ കഥകൾ അമ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കൗൺസിലർ ഈ കഥ കേട്ട് ഭയങ്കര ത്രില്ലാവുന്നു. പുള്ളി ഈ ശരിക്കും ആന്നു 46 വർഷമായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞുള്ള കാര്യമാണ്, 46 വർഷം മുമ്പ് അമ്മൂമ്മ അവിടെ വന്നതാണ്, ഇതേപോലെ ഒക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി എക്സൈറ്റഡ് ആയിട്ട് പുള്ളി പോയിട്ട് പഞ്ചായത്തിൽ ചെന്ന് ആ
പറഞ്ഞ ഈ പക്കാഞ്ചൂർ എന്ന് പറഞ്ഞ വില്ലേജിൽ ഒറ്റ പഞ്ചായത്തേ ഉള്ളൂ. ആ വില്ലേജിൽ കംപ്ലീറ്റ് ആൾക്കാരുടെയും ഈ ലിസ്റ്റ്, വോട്ടർ ലിസ്റ്റ് എടുത്തിട്ട് വരുന്നു. അപ്പം നമുക്ക് ആകെ അറിയാവുന്നത് അമ്മൂമ്മയ്ക്ക് അഡ്രസ്സും പ്രോപ്പറായിട്ട് അറിയത്തില്ല. കാര്യം ഇവർ ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അഡ്രസ്സും കൃത്യമായിട്ട് അറിയത്തില്ല. ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അതിപ്പോൾ അവിടെ ഇല്ല, ഈ പറഞ്ഞ കമ്പനി ഇപ്പോൾ അവിടെ ഇല്ല, ആ ക്വാർട്ടേഴ്സൊക്കെ ഫുള്ള് മൂടി കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വോട്ടർ ലിസ്റ്റ് വന്നു. വോട്ടർ ലിസ്റ്റ് നോക്കിയിട്ട് നമ്മൾ അമ്മൂമ്മയുടെ അനിയൻ്റെയും അനിയത്തിയുടെയും ചേട്ടൻ്റെയും പേര് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ ഈ 3 പേരും വെച്ച് നമ്മൾ ഈ വോട്ടർ ലിസ്റ്റ് ഫുള്ള് മാച്ച് ചെയ്ത് നോക്കി. അപ്പം ഈ വില്ലേജിന് ഒരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർനെയിം വെച്ച് നമുക്ക് വേണമെങ്കിൽ തപ്പായിരുന്നു. പക്ഷേ സർനെയിം വെച്ച് തപ്പാൻ പറ്റാഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയിൽ നിന്ന് ഹൗറയിൽ നിന്ന് അന്നത്തെ സമയത്ത് ഒരുപാട് പേര് ഇവരുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോയ് എന്ന് പറഞ്ഞൊരു കാസ്റ്റിൽ പെടുന്ന വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും ഈ റോയ് എന്നുള്ള പേരുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സർനെയിം വെച്ചും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. പുള്ളി അങ്ങ് പെട്ടെന്ന് വിഷമമായി പുള്ളിക്കും. ഞാനും ഇങ്ങനെ അയച്ചു എന്തോ ചെയ്യാനാ. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞ് കുഴപ്പമില്ല, ഞാൻ എന്തുമായാലും നാളത്തെ പത്രത്തിലൊരു ചെറിയ ഒരു കോളം എന്തെങ്കിലും ന്യൂസ് വല്ലതും കൊടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുക. അപ്പോൾ അവരാരെങ്കിലും കണ്ടിട്ട് വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ, എന്തെങ്കിലും കോൺടാക്ട്സ് കിട്ടുവാണെങ്കിൽ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു 1 മണി 2 മണിയൊക്കെ ആയപ്പോൾ പുള്ളി പെട്ടെന്ന് എന്നോട് ഇങ്ങോട്ട്, പുള്ളിയുടെ മനസ്സിൽ എന്തോ തോന്നിയതാ, എന്നോട് പറഞ്ഞു ശങ്കർ എന്നാണ് അമ്മൂമ്മയുടെ അനിയൻ്റെ പേര്. അപ്പോൾ എന്നോട് പറഞ്ഞു ശങ്കർ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മരിച്ചുപോയി 15-20 വർഷം മുമ്പ്, ഇനി അദ്ദേഹം എങ്ങാനും ആണോ എന്നൊരു ഡൗട്ട് പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വരെ വന്നേ ഇല്ലയോ, അപ്പം നമ്മൾ എന്തോരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം, അത് ചോദിക്കാം. അങ്ങനെ പറഞ്ഞ് നമ്മളവിടെ ഇവരുടെ വീട്ടിൽ, ഈ ശങ്കർ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീട്ടിൽ പോകുന്നു. അപ്പോൾ പുള്ളിയുടെ വൈഫും മക്കളും 2 പേരും അവിടെ ഉണ്ട്. അപ്പം ഞാൻ ബൈക്കിൽ പുറത്തേക്കുന്നു, ഇവർ പുള്ളി ഗേറ്റിനകത്ത് എന്നിട്ട് അവരോട്, അവിടുത്തെ അമ്മയോട് സംസാരിക്കുന്നു. ഇതേപോലെ ശങ്കറിൻ്റെ ആരെങ്കിലും ഇപ്പം ചേച്ചിമാരെ ഇതേപോലെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ള രീതി ചോദിക്കുന്നു. അപ്പം പുള്ളിക്കാരി പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇതേപോലെ ശങ്കറിനൊരു ചേച്ചി ഉണ്ടായിരുന്നു, കേരളത്തിൽ കെട്ടിച്ചു വിട്ടതാണ്, പക്ഷേ ഞാൻ അവരെ കണ്ടിട്ടില്ല, കാര്യം അവർ പോയി കഴിഞ്ഞാണ് ഞങ്ങളുടെ കല്യാണം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എന്നോട് പുള്ളി പറഞ്ഞു അരവിന്ദ്ജി ഇതാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അവർ അമ്മൂമ്മയെ കണ്ടിട്ടില്ല. അപ്പം നമുക്കിത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ അമ്മൂമ്മയുടെ സഹോദരങ്ങളെ വേറെ ആരെങ്കിലും കോൺടാക്ട് നമ്പർ കിട്ടണം. അപ്പം അവരുമായിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മൂമ്മയുടെ അനിയത്തിയുമായിട്ട് ഇവർ നല്ല കോൺടാക്റ്റാണ്. ഡൽഹിയിലാണ് അമ്മൂമ്മയുടെ അനിയത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നോയിഡയിൽ. അപ്പം പുള്ളിക്കാരിയുടെ നമ്പരൊക്കെ ഒപ്പിക്കാം എന്നുള്ള രീതിയിലായി. അപ്പോൾ നമ്മളൊരു വീഡിയോ കോളിൽ ഇവരെ 2 പേരും കൂടെ കണക്ട് ചെയ്ത സമയത്താണ് അമ്മൂമ്മയ്ക്ക് അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡൻറ്റിഫൈ ചെയ്തു. അത് ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ അമ്മൂമ്മയുടെ ചേട്ടനും ജീവനോടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളി ജഗദൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഛത്തീസ്ഗഡിൽ തന്നെ. പുള്ളിയായിട്ടും വീഡിയോ കോൾ വന്നു. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും അറിയുന്നു, നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ അറിയുന്നു. കാര്യം 40-46 വർഷം കഴിഞ്ഞുള്ളൊരു കണക്ഷൻ നമ്മൾ രണ്ടാമത് പോയി കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും എന്തോരം ഒരു ഹാപ്പിനെസ് കൊടുത്തു കാണുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അന്ന് വൈകുന്നേരം ഞാൻ അവിടെ തന്നെ അവരുടെ വീട്ടിൽ താമസിച്ചു. 2 ദിവസം നമ്മൾ അവരുടെ കൂടെ നിന്നതിന് ശേഷം 3-ൻ്റെ അന്ന് അവിടുന്ന് ജഗദൽപൂരിലെ അമ്മൂമ്മയുടെ ചേട്ടൻ്റെ വീടുണ്ട്, അവരെയും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ഒന്നുകൂടെ കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയായി. അങ്ങനെ നേരെ അവരുടെ വീട്ടിൽ പോകുന്നു. അപ്പോൾ അവിടെ പോയി പുള്ളിയെ കാണുന്നു. പിന്നെ ജഗദൽപൂരിൽ ഒരു ദിവസം നിൽക്കുന്നു. എൻ്റെ ഈ യാത്രയിൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് ലഡാക്കിലായിരുന്നേലും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് ഇതായിരുന്നു. അങ്ങനെ ജഗദൽപൂരിൽ നിന്ന് എൻ്റെ യാത്ര പിന്നെ നാട്ടിലേക്ക് ഞാൻ തിരിച്ച് പോരുമായിരുന്നു. പോരുന്ന വഴിയിൽ നമ്മൾ ജഗദൽപൂരിൽ നിന്ന് നേരെ തെലുങ്കാന, ആന്ധ്രയൊക്കെ കയറി ഭക്ഷണമൊക്കെ കുറച്ച് ട്രൈ ചെയ്തുള്ളൂ. ഹൈദരാബാദൊന്നും അധികം അന്ന് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അവിടുത്തെ കുറച്ച് ബിരിയാണിയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നൈറ്റൊക്കെ ആയിട്ട് ഫുള്ള് ഡ്രൈവ് ചെയ്ത് പോരുമായിരുന്നു. അപ്പം നമ്മൾ ഈ വരുന്ന വഴിയിൽ ചെന്നൈയിൽ വന്നു. നമ്മൾ ഛത്തീസ്ഗഡ് ടു ചെന്നൈ ഒരു സിംഗിൾ റൈഡ് 1300 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഏതാണ്ട് 23-22 മണിക്കൂറോളം കണ്ടിന്യൂസ് റൈഡ് ചെയ്ത് ജസ്റ്റ് ഒരു ത്രില്ലിൻ്റെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ ആരും അത് അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഈ ബട്ടക്സ് ചലഞ്ചൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ സംഭവം. അപ്പോൾ ഞാൻ ആ ചലഞ്ചിൻ്റെ ഭാഗമാവാൻ വേണ്ടി ചുമ്മാ ചെയ്തതാണ്. പക്ഷേ ഒരു ത്രില്ലായിരുന്നെങ്കിലും അതിൻ്റേതായ അപകട സാധ്യതകളും ഉണ്ട്. കാര്യം അന്നൊരു ദിവസം രാവിലെ ഞാൻ ഛത്തീസ്ഗഡിൽ നിന്ന് ഇറങ്ങുന്നു, ജഗദൽപൂരിൽ നിന്ന് ഇറങ്ങുന്നു, ചെന്നൈ വരെ സിംഗിൾ ഡ്രൈവ്, തെലുങ്കാന, ആന്ധ്ര കവർ ചെയ്ത് നൈറ്റ് ഫുൾ ഡ്രൈവ് ചെയ്യുവാണ്. 23 മണിക്കൂറോളം കവർ ചെയ്ത് ആണ് ഞാൻ ചെന്നൈയിൽ. എൻ്റെ ഒരു സുഹൃത്തുണ്ട് അമ്പാടി എന്ന് പറഞ്ഞ്, അതേപോലെ ജിയോ എന്ന് പറഞ്ഞ വേറൊരു ഫ്രണ്ടുണ്ട്, അവരുടെ അടുത്ത് ഞാൻ വരുന്നു. അവരുടെ റൂമിലോട്ട് വന്ന് ഞാൻ കയറുന്നത് ഏതാണ്ട് 23 മണിക്കൂറാണ്. ഞാൻ നേരെ വരിക, ബെഡിലോട്ട് വീഴുക, ഉറങ്ങുക. ഈ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊന്നും വണ്ടി നമ്മൾ ഓടിക്കാൻ പാടില്ല. പക്ഷേ അന്നത്തെ എന്തോ ഒരു ഇതിൻ്റെ പുറത്ത് പറ്റിപ്പോയതാണ്. അന്ന് നമ്മൾ ചെന്നൈ വരുന്നു. ചെന്നൈ ഒരു 2-3 ദിവസം നിന്ന് ചെന്നൈ സിറ്റിയൊക്കെ, ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈ പോകുന്നത്. ചെന്നൈയിലൊക്കെ ഒന്ന് കാണുന്നു നല്ലോണം. 2021 ചെന്നൈയിൽ നിന്ന് തിരിച്ച് ഞാൻ നമ്മുടെ തെങ്കാശി വരുന്നു. തെങ്കാശിയിൽ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് താമസിക്കുന്നു.
പിറ്റേന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് വണ്ടി എടുക്കുന്നു. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ ഒത്തിരി എക്സൈറ്റഡാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 74 ദിവസമാണ് മൊത്തത്തിൽ ഈ യാത്ര ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തത്. 74 ദിവസം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പേരൻസിനെ വിട്ടിരിക്കുന്നത്. ഒരു മാസം വരെയൊക്കെ മാക്സിമം നിന്നിട്ടുണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പം അതിൻ്റെ ഇത് വീട്ടിലേക്ക് പോകണം, ഒരു ഹോം സിക്നെസ് ഒക്കെ അടിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വീട്ടിൽ ഇരിക്കുന്നു. അവരെല്ലാവരെയും കാണുന്നു. ഏതാണ്ട് 17,000 കിലോമീറ്റർ, ഏതാണ്ട് 74 ദിവസം, 17 സംസ്ഥാനങ്ങൾ, 6 യൂണിയൻ ടെറിട്ടറികളും കവർ ചെയ്ത് അങ്ങനെ ഞാൻ വീട്ടിലേക്ക് കയറുകയാണ്. പപ്പയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പപ്പ, അമ്മ, ഫാമിലി മൊത്തത്തിൽ. അതിൻ്റെ കൂടെ അമ്മൂമ്മയുടെ റിലേറ്റീവ്സിനെ കണ്ടുപിടിച്ച ത്രില്ല്, ആ സ്റ്റോറീസാണ് ആൾക്കാർക്ക് കൂടുതൽ അന്ന് അറിയേണ്ടത്, വീട്ടുകാർക്ക്. പിന്നെ ഫ്രണ്ട്സ് ഓഫ് കോഴ്സ് അവർക്ക് എല്ലാ സ്റ്റേറ്റിലും എങ്ങനെ ഉണ്ടായിരുന്നു അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ എത്തിച്ചേർന്നു. അങ്ങനെ 6 വർഷത്തെ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ഈ യാത്ര. ഏതാണ്ട് 17,000 കിലോമീറ്ററും 74 ദിവസവും എടുത്താണ് ഞാൻ ഈ യാത്ര ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്. ഇതിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടെത്താനും അതേപോലെ ലഡാക്ക് എന്ന് പറഞ്ഞൊരു വലിയ ഹൈപാസ് ഫുള്ള് കാണാനും ഒക്കെ ഉള്ള ഒരുപാട് 17 സംസ്ഥാനങ്ങൾ കാണാനുള്ള ഒരു ഭാഗ്യമൊക്കെ എനിക്ക് ഈ യാത്രയിലുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഞാൻ ഇത്, എസ്പെഷ്യലി എൻ്റെ പേരൻസ്, അവർ ഫൈനാൻഷ്യലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ യാത്രയ്ക്ക്. ഇത് ബൈക്കിലൊക്കെ പോയതുകൊണ്ട് തന്നെ എന്തായിരുന്നു, 1,00,000 രൂപ അടുപ്പിച്ച് ചിലവ് വന്ന ഒരു യാത്രയായിരുന്നു. ഇതേപോലത്തെ വേറെ യാത്രകൾ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കഥകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്കൊരു അവസരം ഇവിടെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.